ഈ വരുന്ന ബസ് കണ്ടോ? ഇതിനുള്ളിലുള്ള കുട്ടികളൊക്കെ ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇന്ന് അവർക്ക് ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആയിരുന്നു ഈ വർഷത്തെ. ഈ ഇറങ്ങി വരുന്ന ആളുടെ മുഖത്തും 100 വോൾട്ടിന്റെ ബൾബ് പോലെയുള്ള ചിരി അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഈ വർഷത്തെ വേനലവധിയും എത്തിയിട്ടുണ്ട്. മിക്ക പാരന്റ്സും ഇതിപ്പോൾ എത്ര പെട്ടെന്ന് വെക്കേഷൻ ആയെന്ന് ആലോചിച്ച് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് ആലോചിച്ച് കൺഫ്യൂഷനിലായിരിക്കും. കാരണം ഇവന്മാരെയൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്തണമെങ്കിൽ, ഹാപ്പി ആക്കി ഇരുത്തണമെങ്കിൽ ഇച്ചിരി പാടാണ്. ആഗ്രഹിച്ച മിക്ക സാധനങ്ങളും കയ്യിൽ കിട്ടുന്നതുകൊണ്ടും ഫോണിലും ടി വിയിലൊക്കെ കാണുന്നതുകൊണ്ടും ഇവർക്കൊരു സാധനം കിട്ടിയാൽ അതിന്റെ ഹാപ്പിനെസ് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യാത്ത പോലെ തോന്നാറുണ്ട്. പക്ഷേ ഈ സ്ക്രീൻ ടൈം ഒക്കെ മാറ്റിവെച്ച് ചളിയിലും മണ്ണിലും വെള്ളത്തിലൊക്കെ കളിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അതിനോടായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. ഞാൻ എപ്പോഴും വിചാരിക്കും ഇനി അങ്ങനെ കളിക്കാൻ സമ്മതിക്കണം, കൂടെ ഇരിക്കണം എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഇരിക്കാനുള്ള സമയമാണ് നമുക്കില്ലാത്തത്. പണ്ടൊക്കെ പാരന്റ്സ് വീടിന്റെ പുറത്തും പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് അവരുടെ കൂടെ നടക്കുമ്പോൾ കുട്ടികൾക്കും നേരം പോയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന അധിക ജോലിയും വീടിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നതുകൊണ്ട് അവർക്കായി വേറൊരു സമയം മാറ്റിവെക്കാൻ നമുക്കും പറ്റാറില്ല. എങ്കിലും പറ്റുന്ന പോലെ ഈ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് മാറ്റി പ്രകൃതിയോട് ഇണങ്ങി കളിച്ചു നടക്കാൻ ഈ വേനലവധിക്ക് നമുക്ക് പഠിപ്പിക്കാം.